ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സംഘികളെ, നിങ്ങൾക്കിതൊരു ദുഃഖ വാർത്തയാണ്. എന്നാൽ മതേതര വിശ്വാസികൾക്ക് ഇത് ഇത്തിരി സന്തോഷമുണ്ടാക്കുന്ന വാർത്തയും കൂടിയാണ്. UAE ഇന്ത്യൻ അംബാസിഡറായിട്ടുള്ള പവൻകുമാർ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, ഒരു കാരണവശാലും നിങ്ങൾ അറബ് ലോകത്ത് വിദ്വേഷ പ്രചരണം നടത്തരുത്. അത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ പിടികൂടാൻ ഞങ്ങളും അറബ് ലോകത്തിൻ്റെ ഗവൺമെന്റുമായി സഹകരിക്കുമെന്ന് ഇന്ത്യൻ അംബാസിഡറായിട്ടുള്ള പവൻകുമാർ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. എന്നാൽ പവൻകുമാറിന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ചില ആളുകൾ വീണ്ടും അറബ് ലോകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ വാർത്തകൾ അഥവാ അത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ, മുസ്ലിം വിരുദ്ധത വളർത്താനുള്ള ശ്രമങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരക്കാരെ വളരെ വ്യക്തമായ വീക്ഷണത്തോടു കൂടി കണ്ടുപിടിക്കുകയും ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയുമാണ് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. അതായത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, ദുബായിലെ പ്രമുഖ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലെ ഷെഫായിട്ടുള്ള റാവത്ത് റോഹിത് എന്ന യുവാവ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇസ്ലാമോഫോബിയ വളർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നിരവധി തവണ ഷെയർ ചെയ്യുകയുണ്ടായി. അതായത് മുസ്ലിം വിരുദ്ധ നിലപാടോട് കൂടിയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ തയ്യാറാക്കുകയും മറ്റുള്ളവർ ഷെയർ ചെയ്ത പോസ്റ്റുകൾ തൻ്റെ വാളിൽ പങ്കുവെക്കുകയും ചെയ്തു. ഈ വിവരം ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലെ അധികൃതർ അറിയുകയും ഉടൻ തന്നെ റാവത്ത് റോഹിത്തിനെതിരെ നടപടിയെടുക്കുകയും ഗവൺമെന്റിന് ഈ വിവരം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനാൽ തന്നെ റാവത്ത് റോഹിത്തിന്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി തടവറയാണ് റാവത്ത് റോഹിത്തിനുള്ള അടുത്ത നടപടിക്രമങ്ങൾ. അതിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ്, ഷാർജയിലെ ന്യൂ മിക്സ് ഓട്ടോമിഷനിൽ സ്റ്റോർ കീപ്പറായി ജോലി ചെയ്യുന്ന സച്ചിൻ കിന്നിങ്കോലി എന്ന ഇന്ത്യൻ പൗരൻ അഥവാ ഒരു യുവാവ്, ആ യുവാവും ഇതേപോലെ തന്നെ ഇസ്ലാമോഫോബിയ വളർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ തൻ്റെ വാളുകളിലൂടെ ഷെയർ ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. ഈ വിവരം ന്യൂ മിക്സ് ഓട്ടോമിഷനിലെ അധികൃതർ അറിയുകയും അവർ ഉടൻ തന്നെ സച്ചിൻ കിന്നിങ്കോലിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഗവൺമെന്റിന് ഈ വിവരം ലഭിച്ചിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഗവൺമെന്റ് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ രണ്ടുപേരും തടവിലാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒപ്പം മൂന്നാമതായിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ പേര് വിവരങ്ങൾ ഗൾഫ് ന്യൂസ് പുറത്തുവിട്ടിട്ടില്ല. ഒരു പ്രമുഖ കമ്പനിയിലെ ക്യാഷ്യർ എന്നാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ച് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ആ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ 3 പേരാണ് നിലവിൽ ഇസ്ലാമോഫോബിയ വളർത്തിയതിൻ്റെ പേരിൽ അവിടെ ജോലി നഷ്ടപ്പെട്ട് തടവിലേക്ക് പോകുന്നുള്ളത്. എന്താവശ്യമാണ് ഇവർക്കുള്ളത്? ഇവർ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമാണ്. ആ രാജ്യത്ത് നിന്ന് ശമ്പളം വാങ്ങുകയും ആ രാജ്യത്ത് ജോലി ചെയ്തിട്ട് സ്വന്തം കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടയിൽ ഇസ്ലാമിക വിരോധം അഥവാ മുസ്ലിം വിരോധം വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ ആ രാജ്യം അത് വെച്ചു പുറപ്പിക്കില്ല എന്നുള്ള കാര്യം തിരിച്ചറിയാനുള്ള ഒരു മനോനില പോലും ഇവർക്കില്ലാതെ പോയല്ലോ. അതാണ് പറയുന്നത്, സംഘപരിവാറിന് അറബ് ലോകത്ത് മുട്ടൻ പണി വന്നിരിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള പണികൾ ചില്ലറയല്ല എന്ന് സംഘപരിവാരുകാർ കരുതിയാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.